എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലെ പ്രധാന സെഗ്മെൻറ്റുകളിലൊന്ന് ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ സംസ്കാരം, ആ സംസ്കാരത്തിനെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടെത്തിക്കാൻ സഹായിച്ച വ്യക്തികളിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഹിസ്റ്ററി ടെസ്റ്റുകളിലെല്ലാം പഠിച്ചിട്ടുള്ള ചിക്കാഗോയിലെ ആ പ്രസംഗമാണ്. സഹോദരീ സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ഒരു പ്രസംഗം. അതിലൂടെ ഭാരതമെന്ന രാജ്യം, ഇന്ത്യ എന്ന രാജ്യം മുമ്പോട്ട് വെക്കുന്ന ആശയത്തെ അദ്ദേഹം വിളിച്ചോതുകയായിരുന്നു. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നതും വിവേകാനന്ദനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. സ്വാമി വിവേകാനന്ദൻ ജീവിതവും ഉപദേശങ്ങളും എന്ന് പറയുന്ന ബുക്കാണിത്. ഒരു കുഞ്ഞു ബുക്കാണ്. ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ച വിവേകാനന്ദനെ പറ്റി ഉള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അടങ്ങുന്ന ഒരു കുഞ്ഞു ബുക്കാണ്. ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ അബദ്ധത്തിൽ വായിക്കാൻ എടുത്തതാണ്. കാരണം ഈ ബുക്ക് ഞാൻ വാങ്ങിയതോ വീട്ടിലാരും വാങ്ങിയതോ അല്ലായിരുന്നു, ആരോ കൊടുത്തതായിരുന്നു. ഇങ്ങനെ കുറേ നാളായിട്ട് ഇതിങ്ങനെ ടേബിളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി എടുത്ത് വായിച്ചതായിരുന്നു. അപ്പം ഇത് വായിച്ചപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അത് പറയാം. ആദ്യം ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നരേൻ എന്ന കുട്ടിയിൽ നിന്നും വിവേകാനന്ദൻ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ എത്തിയതും എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ചുരുക്കി പറയുന്ന ഒരു ഫസ്റ്റ് പാർട്ടുമുണ്ട്. സെക്കൻഡ് പാർട്ടി അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങളും അതേപോലെ തന്നെ പ്രസംഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ചുരുക്കി കുറേ കുഞ്ഞു പാരാഗ്രാഫായിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ബുക്കിൽ. അപ്പം ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ വായിച്ച വേറെ ഒരുപാട് ബുക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതായത് പ്യുവർലി വിവേകാനന്ദൻ്റെ ഈ ഉപദേശങ്ങളെന്ന് പറയുന്നത് നമ്മൾ മോട്ടിവേഷന് വേണ്ടി ഒരുപാട് വിലകൾ കൊടുത്ത് വാങ്ങുന്ന ഒരുപാട് ഇംഗ്ലീഷ് ബുക്കുകളുണ്ട്. അതിലെല്ലാം പറയുന്ന കാര്യങ്ങളുടെ ചുരുക്കമാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളായിട്ട് ഈ ഒരു ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിളും അതേപോലെ തന്നെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 ബുക്കുകളാണ്. ഇതിൽ പറയുന്ന ആശയങ്ങൾ ഇതിനെ ചുരുക്കിയാണ് വിവേകാനന്ദൻ പല ഉപദേശങ്ങളിലും പറഞ്ഞേക്കുന്നതെന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത്. കാരണം അതിൽ എലാബറേറ്റായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വിവേകാനന്ദൻ സ്വന്തം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് മറ്റുള്ളവരെ ഉപദേശിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ പുള്ളി എത്രത്തോളം ലോകത്തെ അറിഞ്ഞിട്ടുണ്ടാകും, എത്രത്തോളം വായിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായിച്ചപ്പം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവേകാനന്ദന് ഭയങ്കര മെമ്മറി ആയിരുന്നു. അതായത് നമ്മൾ മാർവൽ അറിയാമെങ്കിൽ അതിൽ MCUവിനകത്ത് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരന് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. അതായത് ഒരു പുസ്തകം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. അതേകൂട്ട് തന്നെ ആയിരുന്നു വിവേകാനന്ദനും. ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൽ അവസാനം കൊണ്ട് നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതേപോലെ തന്നെ ബാക്കിയുള്ള മനുഷ്യരെ സ്നേഹിക്കുക. അത് മാത്രം മതി. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഉയർച്ചയിലേക്ക് എത്തും എന്നൊരു ആശയത്തിലാണ് ഈ ബുക്ക് അവസാനം കൊണ്ട് നിർത്തുന്നത്. അപ്പം ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞു ബുക്കാണ്. ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിച്ച ബുക്കാണ്. 35 രൂപയേ ഉള്ളൂ. ഒരു മസാല ദോശയുടെ പൈസ പോലും ഇല്ല. വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കുക. നല്ലൊരു സംഭവമാണ്. പിന്നെ ഈ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് വിവേകാനന്ദനെ പറ്റി കൂടുതൽ എല്ലാം അറിയാമെന്നൊന്നും പറയുന്നില്ല. അത് അറിയണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുള്ളിയുടെ തന്നെ ഒരുപാട് ബുക്കുകളുണ്ട്, അതൊക്കെ വായിക്കണം. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ജീവിതവും പുള്ളിയുടെ ചില ഉപദേശങ്ങളും ഒക്കെ മനസ്സിലാവും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ബുക്ക് വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കുക. ശ്രീരാമകൃഷ്ണ മഠം അവരുടെ വിലാസത്തിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബുക്ക് പോസ്റ്റലായിട്ടും കിട്ടുമെന്നാണ് ഇതിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ എല്ലാവരും വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വായിക്കുക. നമ്മൾ ഒരുപാട് വില കൊടുത്ത് വിദേശ പുസ്തകങ്ങൾ വാങ്ങിച്ച് ജീവിതത്തെ പറ്റി പഠിക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപദേശിക്കുന്ന ഒരു ബുക്ക് വായിക്കുന്നതായിരിക്കുമെന്ന് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. സോ പറ്റുന്നവരൊക്കെ വായിക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.